A+2 സ്വാഗതം. SSLCയുടെയും +2വിൻ്റെയും റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ പല വീടുകളിലും രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും കൺഫ്യൂഷനാണ്. SSLC ജയിച്ചവരും +2 ജയിച്ചവരും ഇനി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഏത് ജോലി സാധ്യതയുള്ള കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് സ്ഥാപനത്തിൽ തിരഞ്ഞെടുക്കണം, ഇങ്ങനെ പല തരത്തിലുള്ള വൈഷമ്യങ്ങൾ അവർ ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഏതൊരു ഐഡിയയും ഇല്ലാത്ത നിരവധി കുട്ടികളും രക്ഷകർത്താക്കളുമുണ്ട്. ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത ഇനി എന്തൊക്കെയാണ്, വരുംകാലത്ത് ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, ഏത് കോമ്പിനേഷൻ എടുക്കണം തുടങ്ങി എല്ലാ കൺഫ്യൂഷനുകളും മിക്ക വീടുകളിലും ഉണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. നിങ്ങളുടെ കൺഫ്യൂഷൻ ഒരളവ് വരെയൊക്കെ ഈ എപ്പിസോഡ് മുഴുവൻ കേട്ടാൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും. ഇത് 2-3 സ്റ്റേജായിട്ട് ഞാനിത് പറയുകയാണ്. ഒറ്റ എപ്പിസോഡിൽ തന്നെ 2-3 സ്റ്റേജായിട്ട് പറയുകയാണ്. 10th പാസ്സായി കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, +2 പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം, ഏതെല്ലാം സ്ഥാപനത്തിൽ നിന്നും തിരഞ്ഞെടുക്കാം, ജോലി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതുമായി അനുബന്ധിച്ച കോഴ്സുകൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ സ്ഥാപനത്തിൽ നിന്നും നമുക്ക് എടുക്കാം എന്നുള്ളതാണ് വിശദീകരിക്കുന്ന വിവരങ്ങൾ. ദയവായി സ്കിപ്പ് ചെയ്ത് കാണരുത്, മുഴുവൻ കാണുക. മാത്രമല്ല, ഒരു പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ കൂടി നിങ്ങൾ അറിയിക്കുന്നു. കാരണം നിരവധി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സ്കിപ്പ് ചെയ്യരുത്. അല്പം ലെങ്തി വീഡിയോ ആണ്. ഒറ്റ വീഡിയോയ്ക്കകത്ത് 10ാം ക്ലാസ്സിൻ്റെയും +2വിൻ്റെയും പാസ്സായ കുട്ടികൾക്ക് വേണ്ടതായ കോഴ്സുകളെക്കുറിച്ച് വിവരിക്കുകയാണ്. 10ാം ക്ലാസ് ആദ്യം നമുക്ക് നോക്കാം. ഏത് കോഴ്സിലേക്ക് ഇനി ചേരുമ്പോഴും അതിന് മുന്നോടിയായിട്ട് ഒരു കുട്ടിയുടെ കാര്യത്തിൽ കുട്ടിയുടെ താല്പര്യം, കുട്ടിയുടെ അഭിരുചി, കുട്ടിയുടെ ലക്ഷ്യബോധം, കുട്ടിയുടെ എടുക്കാൻ പോകുന്ന കോഴ്സിൻ്റെ സാധ്യത, കുട്ടിയുടെ മനോഭാവം, കുട്ടിയുടെ കഴിവ് അല്ലെങ്കിൽ പ്രാപ്തി, ഇതൊക്കെ തന്നെ നിങ്ങൾ ആദ്യം ഒന്ന് വിലയിരുത്തണം. രക്ഷകർത്താക്കൾ, കുട്ടികൾക്ക് 10ാം ക്ലാസ് പാസ്സായാൽ അങ്ങനെ ഒരു സാധ്യത വിലയിരുത്താൻ അവർക്ക് കഴിയില്ല. +2 പാസ്സായ കുട്ടികൾക്ക് ചിലപ്പോൾ കഴിയുമായിരിക്കാം. ഒരു കുട്ടിയുടെ താല്പര്യം, അഭിരുചി പ്രത്യേകിച്ച് അടിവരയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം 10th വരെ ഏതാണ്ട് ബേസിക് കോഴ്സുകൾ കഴിയുകയാണ്. +2 ആണെങ്കിൽ പൂർണ്ണമായും ബേസിക് ലെവലിൽ നിന്ന് അവരൊരു ചേഞ്ചിലേക്ക് പോവുകയാണ്, ഡിഗ്രി തലത്തിലേക്ക് അവർ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഒരളവ് വരെ +2 ജയിച്ച കുട്ടികൾക്ക് അറിയാൻ കഴിയും, അവരെക്കുറിച്ചിട്ടുള്ള ഒരു സെൽഫ് അസസ്മെൻറ്റ് അറിയാൻ കഴിയും. പക്ഷേ 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു അഭിരുചിയിലേക്ക് വരാനോ ലക്ഷ്യമേതെന്ന് തിരഞ്ഞെടുക്കാനോ ഉള്ള പ്രാപ്തി ഉണ്ടായി എന്ന് വരില്ല. ഇനി ആദ്യം അറിയുക, നമുക്ക് കോഴ്സുകൾ പഠിക്കണം. ഏത് കോഴ്സാണ്, ഏത് കോഴ്സിനാണ് തൊഴിൽ സാധ്യതയെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾ എടുക്കണം. വിദ്യാഭ്യാസ താല്പര്യം തുടർന്നും കൂടുതൽ പഠിച്ച് കൂടുതൽ ഉയരങ്ങളിൽ എത്തണം എന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആ സാധ്യതയുള്ള കോഴ്സുകളും തിരഞ്ഞെടുക്കണം. ഇനി സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്, മാനേജ്മെൻറ്റ് എന്നൊക്കെയാണ് പല വിഭാഗങ്ങളിലായി കോഴ്സുകൾ ഉള്ളത്, പല കോമ്പിനേഷൻസുകൾ ഉള്ളത്. ഓർക്കുക, സയൻസ് വിഭാഗം, ടെക്നോളജി വിഭാഗം, എഞ്ചിനീയറിംഗ് വിഭാഗം, മാത്സ് വിഭാഗം, മാനേജ്മെൻറ്റ് വിഭാഗം, ഇങ്ങനെയുണ്ട്. ഇത് പലതും ഇൻ്റർ ലിങ്ക്ഡ് കൂടി ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ബയോളജി നമുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ബയോളജിക്ക് കണക്ക്, മാത്സ് വേണമെന്നില്ല ബയോളജി താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ. എഞ്ചിനീയറിംഗ് ആണെന്ന് വെക്കൂ, എഞ്ചിനീയറിംഗ് ടെക്നോളജിയുമാണ് ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ മാത്സ്, സയൻസ് എന്നിവയാണ് എടുക്കാൻ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, എഞ്ചിനീയറിംഗ് ടെക്നോളജി വിഷയങ്ങൾ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ മാത്സും സയൻസുമുള്ള കോമ്പിനേഷനാണ് എടുക്കാനുള്ളതെന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഇനി സയൻസ്, ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ബയോളജിയും മാത്സും പഠിച്ചിരിക്കണം. ആ കുട്ടിയുടെ താല്പര്യം സയൻസ് ആണെങ്കിൽ ഈ പറയുന്ന ബയോളജി, മാത്സും പഠിക്കാൻ ശ്രദ്ധിച്ചിരിക്കണം. ആ കോഴ്സ്, ആ വിഷയങ്ങൾ ഉണ്ടാകണം. ഇനി മെഡിക്കൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സാധ്യത എടുക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ ബയോളജി ഗ്രൂപ്പ് പ്രത്യേകിച്ച് എടുക്കണം. +2 കഴിഞ്ഞ കുട്ടികൾ പ്രത്യേകിച്ച് ഓർക്കുക, മെഡിക്കലും അഗ്രികൾച്ചറും ഒക്കെ എടുക്കാനാണെങ്കിൽ ബയോളജി ചേർന്ന ഗ്രൂപ്പ് നിങ്ങൾ എടുക്കണം. ഇനി അക്കൗണ്ടൻ്റ് ആകാൻ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ,
മാനേജ്മെൻറ്റ് പഠിക്കാൻ ഇതിനൊക്കെയാണെങ്കിൽ ഒരു അക്കൗണ്ടൻ്റായി തീരാൻ ആഗ്രഹിക്കുന്ന കുട്ടിയായാലും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA MBA തുടങ്ങിയ കോഴ്സുകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള കുട്ടികളൊക്കെ കൊമേഴ്സും അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസുമുള്ള ഗ്രൂപ്പുകളാണ് ഇപ്പോഴേ തിരഞ്ഞെടുക്കാനുള്ളതെന്ന് ഓർത്തിരിക്കുക. ഭാഷ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. ഭാഷ എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയായിരുന്നാലും ലിറ്ററേച്ചർ ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, സംസ്കൃതമുണ്ട്, ഹിന്ദിയുണ്ട്. നമുക്ക് അറിയാവുന്ന ഭാഷകൾ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിലും അവിടെ ഭാഷ മാത്രമായിട്ടുള്ള വിഷയങ്ങൾ എടുക്കുകയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കാരണം അത് കഴിഞ്ഞ് കോളേജ് ലെക്ചറാവാൻ ഇല്ലെങ്കിൽ സ്കൂൾ തല അധ്യാപകരാകാൻ ഭാഷയിലുള്ള പ്രാവീണ്യമുള്ള കോഴ്സുകൾ അതിന് ചേരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ സോഷ്യൽ സയൻസ് ഓപ്റ്റ് ചെയ്യണം. അതുപോലെ ലിബറൽ ആർട്സ്, അതേപോലെ ഹ്യൂമാനിറ്റിക്സ്, ഇതൊക്കെയാണ് ആ കുട്ടികൾ എടുക്കാനുള്ള. ഹ്യൂമാനിറ്റീസ് വിഭാഗം എടുക്കണം. ഹ്യൂമാനിറ്റിക്സിൽ ചേരുന്ന കുട്ടികൾക്ക് ഭാഷ, സോഷ്യൽ സയൻസ്, അതേപോലെ ലിബറൽ ആർട്സ്, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ചേരാൻ ഇപ്പോഴേ ആഗ്രഹിക്കുന്ന കുട്ടികളും ഹ്യൂമാനിറ്റീസാണ് എടുക്കാനെന്ന് ഓർത്തിരിക്കുക. ഇനി വൊക്കേഷണൽ സയൻസ് ഉണ്ട്. 20-ൽ അധികം സ്പെഷ്യലൈസേഷനാണ് വൊക്കേഷണൽ സയൻസിൽ ഉള്ളത്. അതിൽ കൃഷി, ഡയറി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിഷറീസ്, ഇങ്ങനെ പലതും ആ വിഭാഗത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് അത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ടെക്നിക്കൽ കോഴ്സുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ധാരാളം ജോലി സാധ്യതകൾ വിദേശത്തും നമ്മുടെ നാട്ടിലും ഉള്ള ചില ഭാഗങ്ങളുണ്ട് ടെക്നിക്കൽ ഏരിയയിൽ. അങ്ങനെ ആ സ്കില്ലുള്ള കുട്ടികളാണെങ്കിൽ പോളിടെക്നിക്കിൽ ചേരുക, അല്ലെങ്കിൽ ITIയിൽ ചേരുക, ITCയിൽ ചേരുക. ഇവിടെയൊക്കെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ ധാരാളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി ജോലി സാധ്യത ഉള്ള കോഴ്സുകളാണെങ്കിൽ നിങ്ങൾ ഇനി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ പഠിക്കാനൊന്നും വയ്യ, കുട്ടി ഏതെങ്കിലും ഒരു തൊഴിൽ നൈപുണ്യം, അതായത് സ്കിൽ നോളജ് ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന നിരവധി കോഴ്സുകൾ ഇപ്പോൾ തന്നെ സർക്കാർ തലത്തിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ എന്നാണ് ഇത് പറയുന്നത്. ചെറിയ ചെറിയ ഡ്യൂറേഷൻസ് ഉണ്ടാകും. ചിലത് 6 മാസം, 1 വർഷം, 2 വർഷമൊക്കെ ഉള്ള കോഴ്സുകളുണ്ട്. ഇതൊക്കെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ വേഗത്തിൽ സ്വന്തം നിലയിൽ പോലും ജോലി നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. സ്വന്തമായൊരു സ്ഥാപനം തുടങ്ങാം, വിദേശത്ത് പോകാം, മറ്റൊരു സ്ഥാപനത്തിൽ കൂടെ ചേർന്ന് കൂടുതൽ പരിശീലനം നേടാം. അത് IT, ഡിസൈൻ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മറൈൻ ഫിൽറ്റർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫാഷൻ ഡിസൈൻ, അനിമേഷൻ. നേരത്തെ പറഞ്ഞത് മറൈൻ ഫിറ്റർ കോഴ്സാണ് ഒന്ന് ഞാൻ പറഞ്ഞത്. അനിമേഷൻ, അതേപോലെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, മൾട്ടിമീഡിയ, ഗ്രാഫിക്സ്, ഈവൻറ്റ് മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ്, കോസ്മെറ്റോളജി, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഡെൻ്റൽ ഡിപ്ലോമ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വെൽഡർ, ഫുഡ് ടെക്നോളജി, ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി, ലാബ് ടെക്നോളജി, പോൾട്രി സൂപ്പർവൈസർ, പ്ലാന്റ് നഴ്സറി സൂപ്പർവൈസർ, വീഡിയോ പ്രൊഡക്ഷൻ, ആട്ടോമേഷൻ, ഫിലിം എഡിറ്റിംഗ്, മൾട്ടിമീഡിയ, 3D അനിമേഷൻ, വെർച്വൽ റിയാലിറ്റി, ഗെയിമിംഗ്, കൊമിക്സ്, അക്കൗണ്ടൻസി, ഫിഷ് പ്രോസസ്സിംഗ്, അഗ്രികൾച്ചർ പ്രോസസ്സിംഗ്, നഴ്സറി ഡിപ്ലോമ, നഴ്സിംഗ് ഡിപ്ലോമ, DTP ഓപ്പറേറ്റർ, പാരാമെഡിക്കൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയതൊക്കെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുന്നു. പക്ഷെ പലർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇത് എവിടെയാണ് ഇത്തരം കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത്. കളമശ്ശേരി ഫുഡ് സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പല കോഴ്സുകളും അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അത് പറയുന്നത്. ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. അവിടെയും നിങ്ങൾക്ക് കുട്ടിയെ ചേർക്കാം. കളമശ്ശേരിയിലാണ്. ഡീറ്റെയിൽസ് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കിട്ടും എന്നുള്ളതാണ്. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ട്, NSDC എന്ന് പറയും. അവിടെ 500-ൽ പരം സ്കിൽ വികസന ജോബ് സാധ്യതയുള്ള കോഴ്സുകൾ ഉണ്ട്. അവിടെയും നിങ്ങൾക്ക് ഇത് അന്വേഷിക്കാം. നെറ്റിൽ നിങ്ങൾ നോക്കിയാൽ മതിയാവും. NSDC. അസാപ്പിൽ, ഗവൺമെൻറ് സ്ഥാപനമാണ് അസാപ്പ്, അതും നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ അവിടുത്തെ കോഴ്സുകൾ അറിയാം. കേരള അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസ് ഉണ്ട്, KDISC ഉണ്ട്, IIC ഉണ്ട്,
കാർഷിക, വെറ്റിനറി, ഫിഷറീസ് യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ ഉണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് നെറ്റിൽ നിന്നും ഡീറ്റെയിൽസ് അറിയാം. അവിടെ നിന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അതും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി ചേരാൻ ശ്രമിക്കുക. ഇനി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ്, നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്നീ 2 സ്ഥാപനങ്ങളുണ്ട്. CIFNET എന്ന് പറയുന്ന സ്ഥാപനമാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എന്ന് പറയുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിലും നിരവധി കോഴ്സുകൾ ഉണ്ട്, നിരവധി പ്രോഗ്രാമുകൾ പഠിക്കാനുണ്ട്. ഇനി +2 കഴിഞ്ഞ കുട്ടികൾ, +2വിലേക്ക് ചേരുന്ന കുട്ടികളും നിങ്ങൾക്ക് ഇനി ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത്, നിങ്ങൾ 2 കോഴ്സുകൾ, 2 ഭാഷാ കോഴ്സുകൾ പഠനത്തിനോടൊപ്പം +2വിൽ ഇപ്പോൾ ചേരാൻ പോകുന്ന കുട്ടികളുടെ കാര്യമാണ് എടുത്തു പറയുന്നത്. കോഴ്സിനോടൊപ്പം തന്നെ അവർക്ക് സാറ്റ് എന്ന കോഴ്സും IELTS ഒക്കെ പാർട്ട് ടൈമായി പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം +2 കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഈ പരീക്ഷകൾ എഴുതിയെടുത്താൽ, നല്ല സ്കോറിൽ നിങ്ങൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ വിദേശത്തേക്ക് ഉപരിപഠനത്തിന് നിങ്ങൾക്ക് പോകാനുള്ള സാധ്യതയും പിന്നീട് അവിടെ തന്നെ ഈ പെർമനൻറ്റ് വിസ കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ സിറ്റിസൺഷിപ്പിനുമൊക്കെ ഇത് വേണ്ടി വരും എന്ന് മനസ്സിലാക്കുക. ഏത് ഗ്രൂപ്പുകാർക്കും ചേരാവുന്ന ചില കോഴ്സുകൾ പറയാം. ഡിസൈൻ, ഫാഷൻ ഡിസൈൻ, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, ലോ നിയമം, മാനേജ്മെൻറ്റ്, ഫിലിം, TV, ജേർണലിസം, അതേപോലെ ലാംഗ്വേജുകൾ, കമ്മ്യൂണിക്കേഷൻ കോഴ്സുകൾ, ഇതൊക്കെ തന്നെ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും +2വിന് എടുത്താലും നിങ്ങൾക്ക് ചേരാൻ കഴിയുന്ന ഫർദർ കോഴ്സുകളാണ്. ഇനി സൈന്യത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേവിയിലായാലും എയർഫോഴ്സിലായാലും മാത്സിൻ്റെ കോമ്പിനേഷൻ തന്നെ എടുത്തു പഠിക്കുക. മാത്സ് അവിടെയുള്ള എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും ബേസിക്കായിട്ട് മാത്സ് അറിഞ്ഞിരിക്കണം. മാത്സ് ലിങ്ക് ചെയ്ത കോഴ്സുകൾക്ക് മാത്രമേ ഈ നേവിയിലും എയർഫോഴ്സിലും ചേരാൻ കഴിയുകയുള്ളൂ. +2 ഏത് ഗ്രൂപ്പ് ആയാലും ആർമിയിൽ ചേരാൻ കഴിയും. പക്ഷേ നേവിയിലും എയർഫോഴ്സിലുമാണെങ്കിൽ ഞാൻ പറഞ്ഞ മാത്സിൻ്റെ കോമ്പിനേഷൻ വേണം എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് പ്രധാനമായും SSLCയും +2വും കഴിഞ്ഞ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ. നിങ്ങൾക്ക് ഈ ഒറ്റ എപ്പിസോഡ് ഇത്രയും കേട്ടപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കുക. സംശയമുള്ളവർ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതുകയും ചെയ്യുക. നന്ദി.